viewers. Welcome to Once Upon a Time Season 4 Stand Up for Girls. മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ലൈഫിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം അന്വേഷിച്ചു പോകാനും കണ്ടെത്തുവാനൊക്കെയുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഹാപ്പിനെസ് ആയിരിക്കണം. ഒരിക്കലും നമുക്ക് മറ്റൊരാൾ പറഞ്ഞു തരുന്ന ഒന്നാകാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഹാപ്പിനെസ് തേടിയുള്ള ഈ യാത്രയിലെ കുറച്ച് നല്ല ചിരി നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് നിങ്ങളെ കൂടുതൽ ഹാപ്പി ആക്കാനായിട്ട് Once Upon a Time Season 4 മറ്റൊരു രസകരമായ എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. So to make this happiness more special, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. Let's welcome the comedy king, രമേശ് പിഷാരടി. Yes, the multi-talented രചന നാരായണൻകുട്ടി. ശരി, അപ്പോൾ നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ വേദിയിലേക്ക് രണ്ട് മിടിമിടിക്കുകളെ കൂടെ വെൽക്കം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യാം ഇന്ദു ആൻഡ് ഐശ്വര്യ. രചന, this is ഐശ്വര്യ. ഹലോ ഐശ്വര്യ. ഹലോ. പിന്നെ ഇന്ദുനെ നമുക്ക് ഓൾറെഡി അറിയാലോ, ഓൾറെഡി വന്നു പോയ ആളാണ്. ഇന്ദു സുഖാണോ? ആ, സുഖമായിട്ടിരിക്കുന്നു. അടിപൊളിയായിട്ടിരിക്കുന്നു. അടിപൊളിയാണ്. അത് ആ ഒരു പ്രസന്നത മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഐശ്വര്യനെ പരിചയപ്പെടാം. പറയൂ, എവിടുന്നാ വരുന്നത്? ഞാൻ എൻ്റെ നാട് തിരുവനന്തപുരത്താണ്. കുറച്ച് നാളായിട്ട് സിംഗപ്പൂരിലാണ്. ഓക്കെ, എന്താ ചെയ്യണേ? ഞാൻ IT-യിലായിരുന്നു, ഇപ്പോ ആക്ടറാണ്. ആക്ടറാണ്. അവിടെ ഓ അവിടെ എന്ന് പറയുമ്പോ സിംഗപ്പൂരില. ആ, മനസ്സിലായി. പക്ഷെ അവിടെ എന്ത് മൂവീസിൽ ആക്ട് ചെയ്യാം? അവിടെ എല്ലാം തിയേറ്റർ, TV, ഫിലിംസ്. സാധാരണ ലാംഗ്വേജ് ഏതാ അവിടെ ചെയ്യുന്നത്? ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്താ നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിൽ വരാനുള്ള ഒരു പ്രചോദനം? ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ട്രൈ ചെയ്തോ. ശരിക്കും ട്രിവാൻഡ്രത്ത് എവിടെയാണ്? കൊടപ്പനക്കുന്ന്. കൊടപ്പനക്കുന്ന്. എത്ര നാളായി സിംഗപ്പൂർ പോയിട്ട്? ഒരു 10-15 കൊല്ലായി. ഓക്കെ, എങ്ങനെയാണ് ഈ ആക്ടിങ്ങിലേക്ക് വന്നത്? അത് നമ്മളെ ജീവിതം കുറെ മടുക്കുമല്ലോ, ഒരേ കാര്യം ചെയ്ത് അങ്ങനെ ഒരു സബാറ്റിക്കൽ എടുത്തതാണ്. അപ്പോൾ ഞാൻ ഒരു വർക്ക്ഷോപ്പിന് കയറി. അപ്പോൾ അവിടുന്ന് എനിക്ക് ആൾക്കാരുടെ കോണ്ടാക്ട്സ് ഒക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. അതെ. അപ്പൊ എന്തായാലും ആക്ടിങ്ങിനോട് മുൻപ് എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടായിരിക്കണം. സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും റാൻഡം ആയിട്ട് നമ്മൾ പിക്ക് ചെയ്യത്തില്ലല്ലോ, അങ്ങനെയാണോ? സ്കൂളിലും കോളേജിലൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കിറ്റ്, ഡ്രാമ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നാട്ടില്. എന്ത് പറയുന്നത് നമ്മുടെ പരിപാടി കണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാണ്? അടിപൊളി റെസ്പോൺസ് ആണ്. പിന്നെ മറ്റേ ഞങ്ങളുടെ അവിടുത്തെ ടൈറ്റാനിയംകാരുണ്ടല്ലോ, അവരെനിക്ക് മിക്കവാറും വല്ല അവാർഡും തരും. ഇത്രയും പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തില്ലേ. അല്ല, ഞാൻ വന്നിട്ട് അന്ന് മറ്റേ ട്രോളിന്റെ സംഭവം പറഞ്ഞ പോരെ, സത്യത്തിൽ നീ ട്രോൾ ഉണ്ടാക്കാൻ പോയതാണോ അതോ ട്രോളിന്റെ പേര് ദോഷം മാറ്റാൻ പോയതാണോ ഒന്ന്? എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടൈം വരുമ്പോഴത്തേക്കും കൂടുതൽ ആത്മവിശ്വാസം, കൂടുതൽ ഇഷ്ടം, അല്ലേ? ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. സ്റ്റാൻഡപ്പ് കോമഡി വെരി ഗുഡ്. നമുക്ക് ആ ഒരു സ്പിരിറ്റ് ആണ് വേണ്ടത്. അപ്പൊ നല്ല ഒരു ഹൈലി സ്പിരിറ്റഡ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസിനെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇവരിൽ ആരാണ് ആദ്യം പെർഫോം ചെയ്യുക എന്നുള്ളൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇതിന് സൊല്യൂഷനുമായിട്ട് നമ്മുടെ താത്ത പ്രോ മാക്സിനെ വിളിക്കുകയാണ്. സ്വാഗതം ചെയ്യാം താത്ത പ്രോ മാക്സ്. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോന്നായിരുന്നു, പക്ഷെ വൈകി പോയി. എന്താന്നറിയാമോ? ഞങ്ങളുടെ വരുന്ന വൈക്ക് ഒരു ആക്സിഡന്റ്. ഒരു ഫ്രീക്ക് പയ്യൻ, അവനൊരു ബൈക്കുമ്പോ കൂന്തളിച്ചിങ്ങോട്ട് വന്നിട്ട് ഒരു പാടത്തേക്ക് അങ്ങോട്ട് വീണു. പാടത്തേക്ക് വേണ്ടി നിറച്ചപ്പോ ചെളിയാ. അപ്പൊ ആൾക്കാരൊക്കെ ഓടിക്കൂടി. ഞാൻ അവിടെ ഇറങ്ങി നോക്കി നിൽക്കേ. നോക്കണ ആൾക്കാർ അപ്പൊ തന്നെ മുഖം മാറ്റും. നോക്കിയിട്ട് അപ്പൊ തന്നെ മുഖം മാറ്റേ നോക്കി. ഞാനും വന്ന് നോക്കി പോനെ, ഈ തലയൊട്ടിയില്ലേ മാറിക്കിടക്ക, ഭയങ്കര പ്രശ്നം. ആരും അങ്ങോട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ കിടന്നവനില്ലേ, അവൻ എഴുന്നേറ്റ് ആ പാടത്ത് നിന്ന് ഇത്തിരി വെള്ളം എടുത്ത് തല കഴുകിയിട്ട് ബിഗ് എടുത്ത് തലയിൽ വെച്ചിട്ട് കയറി സ്കൂട്ടർ ഓടിച്ചു പോയി കളഞ്ഞു. ചളിയാണെങ്കിലും കൈയടിച്ച മക്കളെ പാട് വെട്ടോന്ന് പറഞ്ഞല്ലേ. രണ്ടുപേരും കുറെ നേരിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് താത്ത. എന്നാ കഥ പറയാം. ലോകത്ത് ആർക്കും കിട്ടാത്ത ഏതൊരാളും കൊതിക്കുന്ന ഭാഗ്യമാണ് ശ്യാമിന് കിട്ടിയത്. 3000 പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ
അവൻ ഒറ്റയ്ക്കൊരാന്തരി. എന്നാൽ ആ കോളേജിന് ഒരു നിഗൂഢ ചരിത്രമുണ്ട്. 18 തികയാത്ത ഒരു പാൽക്കാരൻ പയ്യനെ പെമ്പിള്ളേർ ചേർന്ന് പീഡിപ്പിച്ചു കൊന്നു. അതിൻ്റെ പേരിൽ പെൺകുട്ടികളെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അഡ്വക്കേറ്റ് ലാൽകൃഷ്ണയാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായത്. ഇരയുടെ അച്ഛൻ പലതവണ ലാൽകൃഷ്ണയെ കണ്ട് കരഞ്ഞ് സങ്കടം പറഞ്ഞു. അപ്പോൾ നായകൻ സ്ലോ മോഷനിൽ വന്ന് പറഞ്ഞു, മാധവ മഹാദേവ. ഇത് കേട്ട മഹാദേവനും അപ്പുക്കുട്ടനും ഗോവിന്ദൻകുട്ടിയും കൂട്ടുകാരൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതി ആ വലിയ ബംഗ്ലാവിൽ താമസം തുടങ്ങി. നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് ഒരു പള്ളിയിലച്ഛൻ അവരോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, തോമസ് കുട്ടി വിട്ടോടാ. നല്ല കഥ കേട്ടോ, നല്ല കഥ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇന്ദു, ഐശ്വര്യ? ഫസ്റ്റ് ചോക്ലേറ്റ്, ഫസ്റ്റ് മൂവി ചോക്ലേറ്റ്. ശരിയാണ്, ശരിയാണ്. സെക്കൻഡ് കിട്ടിയില്ല. സെക്കൻഡ് കിട്ടിയില്ല. തേർഡ് ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ ആണോ? ഗോസ്റ്റ് ഹൗസ് ഇൻ, അതും കറക്റ്റ് ആണ്. രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ അവസ്ഥ? എനിക്ക് ആകെ ഗോസ്റ്റ് അത് മൂന്നാമത്തെ അറിയണ്ടായിരുന്നുള്ളൂ. അറിഞ്ഞൂടാ. രണ്ടാമത്തെ പടം ബാക്കി രണ്ടും അറിയായിരുന്നോ? സുരേഷ് ഗോപിയുടെ ആണ്, പക്ഷേ വക്കീലാണ്. അതെ, ഇപ്പൊ രണ്ടുത്തരം ഇവര് പറഞ്ഞു, ഇവിടെ പറഞ്ഞു അല്ലേ? മൂന്നാമത്തെ പറഞ്ഞില്ല. മൂന്നാമത്തെ മാധവ മഹാദേവ അറിയില്ലേ? സുരേഷ് ഗോപി അഭിനയിച്ച. അറിയാം, പക്ഷെ ഫിലിമിന്റെ പേരറിയില്ല. എന്നാ പറഞ്ഞോ? ചിന്താമണി കൊലക്കേസ്. ഈ പുള്ളല്ലേ പറയണേ? അതെ. അപ്പോ ഇന്ന് ആദ്യം പെർഫോം ചെയ്യുന്നത് ഇന്ദുവാണ്. 3 ചിത്രങ്ങളിലെ 2 ചിത്രങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞു. എന്നാ നീ വാ, നമുക്ക് അവിടെ പോയിരിക്കാം. ഹായ്, ഞാൻ ഇന്ദു. കുറേ നാളത്തെ ട്രോളുകൾക്കൊക്കെ ശേഷം കേരള സ്കൂൾ കലോത്സവത്തിൽ ആതിഥേയത്വം വഹിച്ച് നല്ല മിന്നി തിളങ്ങി നിൽക്കുന്ന ഏത് നാടാണ്? ഇപ്രാവശ്യം കേരള സ്കൂൾ കലോത്സവം നടന്ന എവിടെ വെച്ചിട്ടാ? അതെ, അങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്ന കൊല്ലത്തു നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ എത്രയൊക്കെ നല്ല കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലുവേ അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഈ പാഷാണത്തി കൃമി എന്നൊക്കെ പറയുന്ന പോലെ ഒരെണ്ണം കാണുമല്ലോ. അതുപോലെ ഒരുത്തം വന്നിട്ട് കമന്റ് ഇടുവാണേ, കലോത്സവത്തിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ ആശ്രാമം മൈതാനം നനഞ്ഞെന്ന്. ഇങ്ങനത്തെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞങ്ങൾ കൊല്ലംകാരുടെ മാമന്റെ മോളാണല്ലോ മഴ. മഴയെ നീ പെയ്യെന്ന് പറയുമ്പോൾ പെയ്യാനും പെയ്യണ്ടെന്ന് പറയുമ്പോൾ പെയ്യാണ്ടിരിക്കാനും. അപ്പം ഇതൊന്നും അല്ല ഇന്നത്തെ എൻ്റെ വിഷയം. ലോകം വെട്ടിപ്പിടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയ സുഖം അമ്മയെ കെട്ടിപ്പിടിച്ചാൽ കിട്ടും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് അമ്മയെക്കുറിച്ചാണ്. എൻ്റെ സ്വന്തം കെട്ടിയോൻ്റെ അമ്മയെക്കുറിച്ച്. അത് പറഞ്ഞപ്പോൾ അവിടെ താമര മുട്ടുപോലെ ചിരി വിടർന്ന്. അമ്മായിയമ്മയ്ക്കിട്ട് പണി കൊടുക്കുമെന്ന് വിചാരിച്ചല്ലേ? ഞാനങ്ങനെ ഒന്നും ചെയ്യൂല, ഞാൻ നല്ല കുട്ടിയേട്ടാ. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിലേ, അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ 2 ഗുണങ്ങളാണ്. ഒന്ന് പിശുക്ക്, പിന്നെ ഒന്ന് കുറ്റം പറച്ചിൽ. അമ്മയുടെ കുറ്റം പറച്ചിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കഴിഞ്ഞ എൻ്റെ എപ്പിസോഡ് കണ്ടിട്ട് പുള്ളിക്കാരത്തി പറയുകയാണേ, പിന്നെ അവക്ക് കൂട്ടുകാരത്തിയെ പറ്റി പറയാൻ 100 നാവ, എന്നെ പറ്റി എങ്ങാണോ അതിൽ പോയിട്ടൊരു വാക്ക് പറഞ്ഞു എന്ന്. ഇതോടുകൂടി തള്ളയുടെ എല്ലാ പരാതിയും തീരും. നന്നായിട്ട് ഞാൻ പറയും കേട്ടോ. ഹസ്ബൻഡ് വൈഫാണോ? അമ്മായിയമ്മ പറഞ്ഞപ്പോൾ ഇവിടെ ലഡു പെട്ടി പുള്ളിക്കാരനുണ്ടല്ലോ, അവറാച്ച പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ള ഫീലിലാണ് പുള്ളി ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസം കേട്ടോ. അപ്പം അമ്മ എന്നോട് രാത്രി വന്നിട്ട് പറഞ്ഞേ, മോളെ ഞാൻ വെജിറ്റേറിയൻ ഫുഡേ കഴിക്കത്തുള്ളൂ, നീ നാളെ രാവിലെ എണീക്കുമ്പം എനിക്ക് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി തരണേന്ന്. സാധാരണ അമ്മായിയമ്മ ചായ ഇടാനൊക്കെ പറയുമെന്ന് കേട്ടിട്ടുണ്ട്, എന്നോട് ഇഡ്ഡലി സാമ്പാറും. പിന്നെ അമ്മ പറഞ്ഞതല്ലേ, ഞാൻ കേട്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. അപ്പോൾ സാമ്പാർ ഇങ്ങനെ ഇളക്കിയിട്ട് അമ്മ കഴിക്കാനായിട്ട് എടുത്തപ്പോഴേ വലിയൊരു കോല്. അപ്പം എന്നെ വിളിച്ചു, മോളെ. ഞാൻ എന്താ അമ്മ ഇതെന്താടി ഇതിനകത്തൊരു വലിയ കോല്? ഞാൻ പറഞ്ഞു, അത് അമ്മ മുരിങ്ങക്കോല് കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി ഒന്ന് വലുതായി പോയതാ. ആണാ? ഞാൻ വിചാരിച്ചിനി നീ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഉത്തരത്തെ നിന്ന് കഴുക്കോല് വന്ന് വീണതാണെന്ന്. എനിക്കെന്താ ദേഷ്യമെല്ലാം കൂടെ വന്നു. പക്ഷെ പുതിയ പെണ്ണല്ലേ, അമ്മക്ക് അങ്ങനെയൊന്നും അമ്മയെ പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ എൻ്റെ നാക്കുണ്ടല്ലോ, വാ പോയ കോടാലിയ, ഇത് പറയുവാന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കഴുക്കോലെടുത്ത് അപ്പുറത്തെ പറമ്പിലോട്ട് നട്ടട്ടെ, കൊടി കുത്തി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ ഇന്നേ വരെ എൻ്റെ അമ്മ എൻ്റെ പാചകത്തിന് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഉണ്ടല്ലോ അമ്മയ്ക്ക് ഉള്ള മെയിൻ നല്ല സ്വഭാവം. പക്ഷേ അത് പുറത്തുനിന്നുള്ള ഒരു ഫുഡും കഴിക്കത്തില്ല, എല്ലാം വീട്ടിലുണ്ടാക്കണം. ബാക്കിയുള്ളവരോട്ട് പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ലെന്നേ. അങ്ങനെ ഈ തള്ളയുണ്ടല്ലോ
അവലൂസുണ്ട മുതൽ മീനച്ചാർ വരെ എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞേ. ഇതൊക്കെ പിന്നെ സഹിക്കാം. ഈ ഓണം ആകുമ്പോഴാണ് എനിക്ക് 8ന്റെ പണി കിട്ടുന്നത്. മിച്ചറ്, ചിപ്സ്, അവലുണ്ട, അത് ഇത് ഇതെല്ലാം വീട്ടിലുണ്ടാക്കണം. അമ്മ സഹായിക്കും, പക്ഷെ അമ്മ ചെയ്യുമ്പോൾ ഞാനും കൂടെ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ അടുക്കള ചെന്ന് അമ്മ ഇങ്ങനെ സഹായിച്ച് ചുറ്റിപ്പറ്റി നിൽക്കും. കുറേ സമയം കഴിയുമ്പോൾ ഉണ്ടല്ലോ, എന്താണെന്നറിയത്തില്ല, എനിക്ക് അങ്ങ് വല്ലാണ്ട് ക്ഷീണം വരും. ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ അമ്മ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എണീറ്റ് വരും. പക്ഷേ എന്താണെന്നറിയത്തില്ല, അമ്മ ഉണ്ടാക്കി വെച്ച് ഈ പലഹാരമൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ക്ഷീണമൊന്നും എനിക്ക് തോന്നാറില്ല. ഒക്കെ ഞാൻ തന്നെയാണ് തിന്നുന്നത്. അമ്മ ഇങ്ങനെ പാചകത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണിയൊക്കെ തരുമെങ്കിലും എൻ്റെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ തിരിച്ച് പണി കൊടുക്കാൻ ഒരു അവസരം വരുമെന്ന്. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഞാൻ ഗർഭിണിയായി. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് അമ്മയൊന്നും കഴിപ്പിക്കില്ലല്ലോ. എൻ്റെ അമ്മായിയമ്മയാണെങ്കിൽ മസാല ദോശയും വടയും സഹിതം ഞാൻ ഉണ്ടാക്കിപ്പിക്കും. പിന്നെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു സാധനവും ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കില്ല. ഏറ്റവും പാടുള്ള എന്താന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. എന്നിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ, വീട്ടിൽ ചേട്ടനില്ലായിരുന്നു. ആ ദിവസം എനിക്ക് മാങ്ങ തിന്നേ പറ്റൂ. ഈ തള്ളയെ ഞാൻ വലിച്ച് മാവിൻ്റെ മേളിൽ കയറ്റി മാങ്ങ വരെ പറിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാനും അമ്മയും കൂടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എപ്പോഴും ഈ അമ്മയും ഞാനും കൂടെ 1ഉം 2ഉം ഒക്കെ പറയുന്നേ. അതുകൊണ്ടുണ്ടല്ലോ, ഇത് കേട്ടോണ്ട് വരുന്ന ചേട്ടൻ 3ഉം 4ഉം ഒക്കെ പറയും. അതുകൊണ്ട് ഞങ്ങൾ അധികം മിണ്ടാറില്ല. പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചേ, അമ്മ എന്നാൽ TV ഉണ്ടോട്ടെ, ഞാൻ പടം വരയ്ക്കാന്ന് വിചാരിച്ചു. വലിയ ചിത്രകാരിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ. ആകെ അറിയാവുന്നത് ഒരു മരം, വീട്, 2 പറവ. അപ്പം ഞാൻ എന്നാൽ ശല്യമില്ലാതെ ഇങ്ങനെ ഇരുന്ന് വരച്ചോണ്ടിരിക്കും. അപ്പോൾ ഒരുവിധം എല്ലാം തീർന്ന ഒരു മരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ മരം വരച്ചോണ്ടിരിക്കുമ്പം അമ്മ ഇങ്ങനെ അടുത്തുകൂടി വന്ന്, എടി വെണ്ണേ, ഈ മരത്തിൻ്റെ ഒരു ചില്ല കാണുന്നില്ലല്ലോ ഒന്ന്. നമ്മളെ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമല്ലോ, ഒന്നും മിണ്ടാൻ പാടില്ല. പക്ഷെ എന്നാലും എൻ്റെ നാക്ക് അപ്പോഴും കുഴപ്പമാണ്. മാത്രമല്ല, ഞാൻ ആട്ടിൻ സൂപ്പ് കഴിച്ചിട്ടുമില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല ക്ഷമ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞേ, ആ ചില്ല ഉണ്ടല്ലോ, അപ്പുറത്തെ വീട്ടിൻ്റെ പറമ്പിലോട്ട് കിടന്നതാ. അത് അവരങ്ങ് വെട്ടിക്കളഞ്ഞ്. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ വേണം? ശുഭം. പിന്നെ ഇന്നേ വരെ പടം വരയ്ക്കുന്ന ഏരിയയിൽ അമ്മ വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, എനിക്ക് പനിയായിട്ട് കിടന്നിട്ടേ എൻ്റെ ആ കെട്ടിയാനുണ്ടല്ലോ, അങ്ങേരെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയില്ലെന്നേ. അപ്പോഴും അമ്മ എന്നെ വരേണ്ടി വന്നു. അമ്മ എന്നെ കൊണ്ട് ബാമോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ 2-3 ചെക്കന്മാരവിടെ ഇരിക്കുന്നു. അതിലൊരുത്തൻ എന്നെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ച്. പക്ഷെ ഈ സൈറ്റ് കിട്ടിയത് അമ്മയ്ക്കാന്നേ. അമ്മ നേരെ റോക്കറ്റ് വിട്ട് കണക്കങ്ങ് ചെന്ന്. ഞാൻ ചോദിച്ചു, നാണക്കേടാവും, ആൾക്കാരൊക്കെ നോക്കൂല. പക്ഷെ അമ്മ ഭയങ്കര ഡീസൻ്റ് ആട്ടാ. അമ്മ എന്നിട്ട് പറഞ്ഞ്, എൻ്റെ പൊന്നോനെ, നീ ആശുപത്രിയുടെ വാതൊക്കെയല്ലേ ഇവിടെ നിൽക്കുന്നത്? കണ്ണിന് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ അകത്തോട്ട് കയറിയാ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ. അവൻ അടി കിട്ടിയതിനേക്കാളും വലിയ ചമ്പടായിപ്പോയി അമ്മയുടെ ഡയലോഗ്. എന്നിട്ട് അമ്മ എന്നെ കൊണ്ട് നേരെ ഒരു ഫാൻസി കടയിൽ പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു വള, മാല എല്ലാം വാങ്ങിച്ചു തരുമെന്ന്. നേരെ ചെന്നിട്ട് ഒരു ടിൻ കുങ്കുമം ഉണ്ടല്ലോ, എടുത്തിട്ട് വാരി അങ്ങ് ഇട്ടുവെന്ന്. ഇതൊക്കെ ഇല്ലാതെ നടന്നാലേ ഇങ്ങനെയൊക്കെ വരുമെന്ന്. എന്നാ തള്ള കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത്, അതാ ഇടാഞ്ഞത്. പിന്നെ എൻ്റെ കെട്ടിയോൻ പറയാതിരിക്കാൻ പറ്റില്ല. ആ തള്ളയുടെ വിത്തല്ലേ, 10 ഗുണം 10 ഗുണം മൊത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചേ, ചേട്ടാ നിങ്ങൾ എന്നെ കെട്ടാൻ എന്താ കാര്യം? അപ്പം എൻ്റെ മനസ്സിൽ, നീ ഭയങ്കര സുന്ദരിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ പറയുവാണേ, വണ്ടിക്കൂലി ലാഭിക്കാൻ വേണ്ടിയാണെന്ന്. എൻ്റെ ഉള്ളിൽ ഐശ്വര്യ റായ് തകർന്നടിഞ്ഞു. ഞാൻ വെച്ചല്ല, അത് മനസ്സിലായില്ല, എന്താ ഈ വണ്ടിക്കൂലി കുറയ്ക്കാൻ? എടി പെണ്ണെ, തൊട്ടടുത്തുനിന്ന് കെട്ടുമ്പോൾ എന്തായാലും തൊട്ടടുത്തുള്ള അമ്പലം. എൻ്റെ ബന്ധുക്കളെ ഇത്രയും കൂടെ വലിച്ചു വാരി വണ്ടിക്കകത്ത് കൊണ്ടുവരണ്ട. പിന്നെ നിനക്ക് അടിക്കടി വീട്ടിൽ പിണങ്ങി പോകണമെന്ന് തോന്നുമ്പോൾ വണ്ടിക്കൂലി തരണ്ട. ഇനിയിപ്പോൾ നമുക്ക് 2 പിള്ളേരൊക്കെ ആയി കഴിയുമ്പം അവരെയും കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ വണ്ടിക്കൂലി തരണം. ഇത്രയും പൈസ ഞാൻ ലാഭിച്ചില്ലേന്ന്. എന്നാലും ഇങ്ങർക്കൊന്നും കെട്ടാതിരുന്നാൽ പോരായിരുന്നു, എന്തോരം ലാഭിക്കുമായിരുന്നു. ഇനിയിപ്പം അതും പോരാഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുവേ, ബാ പുറത്ത് പോവാം, നമുക്ക് സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പറയുവേ. എന്നിട്ട് വഴിയിലെത്തുമ്പോൾ പറയും, അല്ലെങ്കിൽ വേണ്ടടി, സിനിമയ്ക്ക് പോയാൽ ടിക്കറ്റിനെല്ലാം കൂടെ ഇത്രയും രൂപയാവത്തില്ലേ, നമുക്ക് ആ ബീച്ചിലും കാണാൻ പോയിട്ട് ഒരു 10 രൂപയുടെ കപ്പലണ്ടി വാങ്ങിച്ചു തന്നിട്ട് അങ്ങ് പോവാം. അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ്റെ റൊമാൻസ് കേട്ടോ. എന്നിട്ട് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞല്ലോ, കൊല്ലം പൂരം കാണാൻ കൊണ്ടുപോയി പുള്ളി എന്നെയും മക്കളെയും കൂടെ. പിള്ളേരെന്തായാലും ഐസ്ക്രീം കണ്ടാൽ വേണമെന്ന് പറയുവേ. അവിടെ കിടന്ന് തുടങ്ങി, അച്ഛാ എനിക്ക് ഐസ്ക്രീം വേണം, അച്ഛാ എനിക്ക് ഐസ്ക്രീം വേണം. ആ എൻ്റെ മോള് വാ, അച്ഛൻ വാങ്ങിച്ചു തരാം. അപ്പം അടുത്തവൻ, അച്ഛാ എനിക്ക് വേണം. എന്നാൽ എൻ്റെ മോനും വാ, 2 എണ്ണത്തിനെ കൂടെ വിളിച്ചുകൊണ്ട് കേട്ടോ. ചേട്ടാ കോൺ ഐസ്ക്രീം എത്ര? അപ്പം ചേട്ടൻ 30 രൂപ. ആ ചേട്ടാ 1 കോൺ ഐസ്ക്രീമേ 2 കോണിലായിട്ട് തേച്ചിങ്ങി തരണേന്ന്. ഓ, പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടനായോണ്ട് നാണം കെടാതെ രക്ഷപ്പെട്ടു. പുള്ളി തേച്ചും കൊടുത്തു. എന്നിട്ടുണ്ടല്ലോ, ഈ കഴിഞ്ഞ മാസമാണല്ലോ കലോത്സവം നടന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു കലോത്സവം നടക്കുമ്പം നമ്മൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും പിള്ളേരും ചേട്ടനും എല്ലാം കൂടെ കലോത്സവം കാണാൻ പോയി. അവിടെ ചെന്നപ്പം ബേൽപൂരിക്കാരൻ, ബംഗാളി പുള്ളി. അപ്പം എൻ്റെ മോള്, എനിക്ക് ബേൽപൂരി വേണം. അച്ഛനാണല്ലോ, എന്തായാലും വാങ്ങിച്ചു കൊടുക്കും. ചേട്ടൻ നേരെ എന്നിട്ട്, ബായ്
ഏക്ക് ബേൽപൂരി 2 പ്ലേറ്റ് മേ ആധാ ആധാ ദേ ദോ. മനസ്സിലായ? ഒരു പാനിപൂരി എടുത്തിട്ട് 2 പ്ലേറ്റ് തരാൻ. അതും ആ ബംഗാളി. പക്ഷെ പാവം നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ തന്നു. അപ്പൊ എന്റെ മോള് കഴിച്ചിട്ട് പറയണേ അമ്മ നല്ല ടേസ്റ്റ് എന്ന്. അപ്പൊ ഞാൻ ചേട്ടനെ ഇങ്ങനെ ഒന്ന് നോക്കി, എന്റെ കണ്ണിൽ നോക്കി ചേട്ടൻ വായിച്ചു എനിക്കും വേണമെന്ന്. ചേട്ടൻ നേരെ മറ്റേ ബംഗാളി എടുത്തിന്ന് ബൈ 2 സ്പൂൺ എക്സ്ട്രാ. എന്റെ ദൈവമേ, ഇങ്ങനെ നാറാനും വേണം ഒരു തൊലിക്കെട്ടി. എന്താന്നറിയത്തില്ല, വീട്ടുകാരെ പറയുമ്പോഴേ സമയം പോലെ അറിയത്തില്ല. പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയില്ലേ? എനിക്കും എന്തൊരു മനസ്സുഖവും. തീർന്നു അല്ലേ? കുറച്ചുകൂടി വേണമായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. സാധാരണ ഞാൻ ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ കാണുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുകയെ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന്. പക്ഷെ എനിക്കിന്ന് അറിയേണ്ടത് ഡയാനയുടെ ഭാവി അമ്മായിയമ്മയെ കുറിച്ചുള്ള സങ്കല്പങ്ങളാ. വരൂ, വേദിയിലേക്ക് ഒരു ക്ഷണിച്ചുകൊള്ളുന്നു. ആ അല്ല, എന്റെ തീർന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് തീർന്നില്ല, അവർക്ക് സങ്കല്പം ഞാൻ പറഞ്ഞേ. എന്റെ അമ്മായിയമ്മ ഒരു നല്ല കലാസ്വാദകമായിരിക്കും എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. രമേശ് ഏട്ടാ, ഇന്ദുവിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ? ഇന്ദു നല്ല രസമുള്ള പ്രകടനമായിരുന്നു. ഈ അമ്മായിയമ്മ കാണുമല്ലോ അല്ലേ ഈ എപ്പിസോഡ്? കാണും. അമ്മായിയമ്മയോട് പറഞ്ഞിട്ടാണോ വന്നത് ഇത് അതിനോന്ന്? അതെ, എന്നാ പിന്നെ പായും തലയാണിയൊക്കെ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ? അത് നല്ല അല്ല, ഞാൻ അമ്മായിയമ്മ. പറഞ്ഞില്ലേ ലോകം വെട്ടിപ്പിടിച്ച കിട്ടുന്നതിനേക്കാൾ സുഖം അമ്മയെ കെട്ടിപ്പിടിച്ച കിട്ടുന്നു. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം എല്ലാവരും എന്റെ വീട്ടിൽ വരണം, അതൊക്കെ കാണാം. അമ്മേനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. ഗംഭീരമായി. നല്ല വളരെ നല്ലൊരു അമ്മായിയമ്മേനെ ഇന്ദുവിന് കിട്ടി എന്നുള്ളത് അമ്മ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. യോയോ അമ്മായിയമ്മയൊന്നും ഇല്ലാണ്ട് ഇതൊന്നും നടക്കില്ലെന്നേ. നല്ല നമ്മൾ ഈ പാർട്ട്നേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ബെറ്റർ സപ്പോർട്ടിങ് പാർട്ണർ അല്ലെങ്കിൽ പാർട്ണർ അല്ല നോ പാർട്ണർ, അതാണ് നല്ലതെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് നല്ലൊരു അമ്മായിയമ്മയെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇത് കണ്ടപ്പം, നിങ്ങളുടെ അവതരണം കണ്ടപ്പോൾ മനസ്സിലായി. നല്ല രസമായിട്ട് ചെയ്തു. കുറെ ചില സ്ഥലങ്ങളിലൊക്കെ ചില അഭിനയങ്ങളും പിന്നെ ആ ബന്ധുക്കളെ പറ്റി പറഞ്ഞു തീർന്നപ്പോൾ ഒരു മാനസിക സുഖമൊക്കെ നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. ഗംഭീരമായിരുന്നു കേട്ടോ. ഇന്ദു, ആദ്യം പറയേണ്ടത് വെരി ബ്യൂട്ടിഫുള്ളി എൻഡഡ്. നല്ല ടൈലന്റ്, നല്ല രസമായിരുന്നു. ശരിക്കും ഡയന വിചാരിച്ചു അല്ലേ അവിടെ പോയിട്ട് പറയണോ ഇവിടെ ഇരുന്ന് പറയണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇന്ദുവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അവരുമായിട്ട് കണക്ട് ചെയ്ത കുറെ കാര്യങ്ങൾ, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ലൊരു അമ്മ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. അപ്പൊ ഞാൻ എന്ത് രസമാണ് അത് കേൾക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തള്ളയായി മാറി. അതിന്ന് ഒരു പ്രോഗ്രഷൻ ഉണ്ടായിരുന്നു. ഓരോ ഇവന്റ് പറയുമ്പോഴും ഉണ്ടായിരുന്ന പ്രോഗ്രഷൻ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഇതൊന്നും ഇന്ദുവിന്റെ പ്രശ്നമല്ല, ഇന്ദുവിന്റെ നാവിന്റെ പ്രശ്നം മാത്രമാണ്. അത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ദു, ഓൾ ദി ബെസ്റ്റ്. അല്ല, ഇന്ദുവിന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇത്താന്റെ പഴയ മനസ്സിൽ തോന്നിയൊരു ഗസ്സാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ശരിക്കും ഇന്ദുവിന്റെ അമ്മായിമ്മ കൂടി ചേർന്നിട്ടല്ലേ? അങ്ങനെയൊക്കെ പറയാം. അമ്മയുടെ ഞാൻ ചോദിച്ചു, അമ്മ കുഴപ്പമുണ്ടോ? ഞാൻ എന്റെ മോൾ എന്തോ വേണമെങ്കിലും പറഞ്ഞു. അപ്പോഴും ഉമ്മയാ, അമ്മയുടെ ഹൈലൈറ്റ് ഉമ്മ. ഏത് സമയം ഉമ്മ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം ആവാറായി. മോളെ മോളെ ഉമ്മ ഉമ്മ. സത്യം പറഞ്ഞാൽ എനിക്ക് സ്നേഹം കൊണ്ടാ സഹിക്കാൻ വയ്യാത്തത്. മോളെ മോളെ അങ്ങനെ ഭയങ്കര ലവിങ് ആണല്ലോ. എന്താ അമ്മയുടെ പേര്? ലളിത. ലളിതാമ്മേ ഉമ്മ. ലളിത അമ്മ ഇസ് വെരി സ്വീറ്റ്. ലളിതം സുന്ദരം. ആരെങ്കിലും കണ്ണു ഇട്ടിട്ടുണ്ടോ? എന്റെ ഫ്രണ്ട്സിനൊക്കെ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? തെറ്റിക്കാൻ നോക്കിയിട്ടില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അസൂയട്ടോ. കിട്ടുവാണെങ്കിൽ നിന്നെ കണക്ക് ഒരു അമ്മായിയമ്മ മതി, അങ്ങനെ. നമസ്കാരം. എൻ്റെ പേര് ഐശ്വര്യ. എൻ്റെ ഈ ഐശ്വര്യൊക്കെ കണ്ടിട്ട് വീട്ടുകാർക്ക് എനിക്ക് അങ്ങനെ പേരിടണം തോന്നും എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. എൻ്റെ മമ്മി പണ്ട് നേപ്പാളിൽ മഹാറാണി ആയിരുന്ന ഐശ്വര്യ മഹാറാണിയെ കുറിച്ച് എവിടെയോ ഒരുപാട് വായിച്ച് അവരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവരെ പോലെ തന്നെ എൻ്റെ മകൾക്കും രാജകീയമായ ഒരു ജീവിതം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പേരും അങ്ങ് ഇട്ടു. എന്നിട്ടെന്താ, കുറെ വർഷങ്ങൾക്ക് ശേഷം 2001 ഈ പറഞ്ഞ ഐശ്വര്യ മഹാറാണിയെയും അവരുടെ മുഴുവൻ കുടുംബത്തെയും ഒന്നടങ്കം അവരുടെ പുത്രൻ തന്നെ വെടിവെച്ച് കൊന്നു എന്നുള്ള ന്യൂസ് ന്യൂസിൽ വന്നപ്പോൾ ഞാനും എൻ്റെ മമ്മിയും പരസ്പരം കുറേ നേരം നോക്കിയിരുന്നു പോയി. പിന്നെ ഷേക്സ്പിയറും പറഞ്ഞിട്ടുണ്ടല്ലോ പേരിൽ എന്തിരിക്കുന്നു എന്ന്. അത് എൻ്റെ പേരിൻ്റെ കഥ. ഇനി എൻ്റെ സ്ഥലം. ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് സിംഗപ്പൂരിലാണ്. ഞാൻ അങ്ങനെ വിദേശത്ത് പോകാനുള്ള പൂതി മൂത്തൊന്നും അങ്ങോട്ട് പോയതല്ല.
എൻ്റെ ആഗ്രഹം ശരിക്കും ബാംഗ്ലൂരായിരുന്നു. എൻ്റെ കുഞ്ഞമ്മ ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു താമസം. കുഞ്ഞമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഭയങ്കര എയർ കണ്ടീഷൻ സിറ്റിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. അയ്യോ, എനിക്കങ്ങ് ഭയങ്കര കൊതിയായിരുന്നു. എനിക്ക് എൻ്റെ ആദ്യത്തെ ജോലി കിട്ടിയതും ബാംഗ്ലൂരായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി. എയർ കണ്ടീഷൻ സിറ്റി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എയറൊക്കെ നല്ല കണ്ടീഷനിലായിരുന്നു. എൻ്റെ ജോലിയുടെ ആദ്യത്തെ ദിവസം ഞാൻ തലയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ച് നല്ലൊരു മലയാളി പെൺകുട്ടിയായിട്ട് ജോലിക്ക് പോയി. തിരിച്ച് റൂമിലെത്തിയപ്പോൾ ആ ബാംഗ്ലൂർ മുഴുവൻ എൻ്റെ തലയിലുണ്ടായിരുന്നു. തലയൊന്ന് ചൊറിഞ്ഞ് നോക്കിയപ്പോൾ അയ്യോ, കറുത്ത് കരിക്കട്ട എന്തോന്നോ. അന്ന് ഞാൻ തീരുമാനിച്ചു മലയാളത്തം കാണിക്കാനായിട്ട് അധികം തലയിൽ എണ്ണയൊന്നും തേക്കേണ്ട കാര്യമില്ലെന്ന്. പിന്നെ കുറെ നാള് ഞാൻ അവിടെ താമസിച്ചു. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ബാംഗ്ലൂർ. എനിക്ക് ഫ്രണ്ട്സായി. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു. അപ്പൊ തുടങ്ങി അടുത്ത പരിപാടി. എന്ത്? പെണ്ണ് കാണൽ. പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണ്, ജോലിയും കിട്ടി. പിന്നെ നാട്ടുകാർക്ക് ഇരിക്കപ്പുറതി ഉണ്ടോ? ബാംഗ്ലൂർ പരിചയമുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ഇന്ദിരാനഗർ എന്നൊരു സ്ഥലമുണ്ട്, അറിയോ? അവിടെ ഒരു പാർക്കുണ്ട് 100 ഫീറ്റ് റോഡിന്റെ അടുത്ത്. അവിടെ നിറയെ ബെഞ്ചസും ഉണ്ട്. അതിലൊരു ബെഞ്ച്, ആ ബെഞ്ചും ഞാനും ഞങ്ങൾ സ്ഥിരമായിരിക്കും. അവിടെ ചെക്കന്മാര് വന്നും പൊക്കോണ്ടിരിക്കും. ഓരോ ചെക്കൻ പോകുമ്പോഴും ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒഴിവൊഴി പറയും. അപ്പൊ അടുത്ത ചെക്കൻ വരും. അപ്പൊ ഈ വരുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോ, സംസാരിക്കുന്ന കാര്യം ഏകദേശം ഒരേ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു ചോദ്യം സ്ഥിരമായിരിക്കും. ഏത്? പാചകം ചെയ്യാനൊക്കെ അറിയാലോ അല്ലേ? വലിയ കാര്യങ്ങളൊന്നും അല്ല, അവിയൽ, സാമ്പാർ ഇത്യാദി. വീട്ടുകാർക്ക് പേരുദോഷം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് തല കുനിച്ച് ഞാൻ എന്നാട്ടി കൊടുക്കും. സത്യം പറയാലോ സുഹൃത്തുക്കളെ, ആ സമയത്ത് എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്ന ചായ ആയിരുന്നു. അതും എൻ്റെ പപ്പൂസിന്, വീട്ടിലത്തെ നായ്ക്കുട്ടിയാ. അപ്പോഴാ സാമ്പാറും അവിയലും. എന്തായാലും എനിക്കിതങ്ങോട്ട് മടുത്തു തുടങ്ങിയേ. അപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ ആ സമയത്ത് എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരു ജോലിക്ക് ഓഫർ വന്നു. ഞാനത് കണ്ണും പൂട്ടി സ്വീകരിച്ചു. വീട്ടുകാരോട് കള്ളവും പറഞ്ഞു. 2 മാസത്തെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ പോവാൻ തയ്യാറെടുത്തു. നാട്ടുകാർക്കും ഭയങ്കര ഇംപ്രഷൻ. അവർ പറഞ്ഞു, അയ്യോ പെങ്കൊച്ച് ഒറ്റയ്ക്ക് വിദേശത്ത് പോകുന്നു, അറിയാൻ വയ്യാത്ത സ്ഥലം, ഒരു മനുഷ്യനെ അറിയൂല, അയ്യോ എന്തൊരു ധൈര്യം എന്ന്. ധൈര്യം. ഞാൻ പ്ലെയിനിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലും പറയും അവർക്ക് ഭയങ്കര ധൈര്യമാണെന്ന്. ഈ പന്തം കണ്ട പെരിച്ചാഴി തോറ്റുപോകും, അതുപോലെ എൻ്റെ ഇരിപ്പ്. ഞാൻ പ്ലെയിനിലങ്ങോട്ട് ഇരുന്നു. പ്ലെയിൻ അങ്ങോട്ട് സ്പീഡ് കൂടിന്ന് കണ്ടപ്പോൾ ഞാൻ മുൻപത്തെ സീറ്റിന് ആഞ്ഞൊരു ചവിട്ട്, ബ്രേക്ക് ചവിട്ടുന്ന ഒരു ഫീലായിരുന്നു. അതുപോലെ പ്ലെയിൻ വലത്തോട്ട് ഇങ്ങനെ ചെരിയുമല്ലോ, അപ്പം ഞാൻ ഇടത്തോട്ട് ഇച്ചിരി വെയിറ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കും. പിന്നെ ടെർബുലൻസ്, എയർ പോക്കറ്റ് ഇത്യാദി. അയ്യോ, അതിൻ്റെ ഒക്കെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ലാൻഡ് ചെയ്തപ്പോഴേക്കും ഞാൻ വേർത്തൊലിച്ചു. അയ്യോ, ഒരു പരുവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൻറ്റി എന്നോട് ചോദിച്ചു, മോളെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? എന്തായാലും ഞാൻ സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തു. അവിടെ സിംഗപ്പൂരിൽ ചൈനീസ് വംശജർ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എനിക്കാണെങ്കിൽ ചൈനീസ് ആഹാരം ഭയങ്കര ഇഷ്ടമാണ്. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയനൊക്കെ. അങ്ങനെ കിട്ടിയൊരു ദിവസം ഞാൻ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി. മെനു കാർഡ് അങ്ങോട്ട് നോക്കി, ഗോബി മഞ്ചൂരിയൻ കാണുന്നില്ല. ഞാൻ ആ വെയിറ്റർ ചെക്കനെ മാടി വിളിച്ചു. അവൻ വന്നു. ഞാൻ ചോദിക്കുന്നു, അവൻ മനസ്സിലാവാത്ത പോലെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് കണ്ടു. ഞാൻ പറഞ്ഞു ശരി കൊണ്ടുപോകാന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലത്തെ ഫ്രൈഡ് റൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവനോട് തർക്കിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നേ, നമ്മൾ ഈ നാട്ടിൽ ചൈനീസ് ആഹാരം എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ചൈനക്കാർ കണ്ടുകോ കാണേ കേൾക്കുകയോ അറിയോ ഒന്നും ചെയ്യാത്ത കുറേ സംഭവങ്ങളാണ്. അങ്ങനെ ഇങ്ങനത്തെ കുറേ കണ്ടുപിടുത്തലുകളുമായിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിംഗപ്പൂരിൽ. നിങ്ങൾ ഓർക്കണം, ഞാൻ 2 മാസത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് അവിടെ വന്നത്. 4-5 മാസമായിട്ട് തിരിച്ച് മോളെത്താത്തപ്പോൾ അവർക്ക് മനസ്സിലായി വീട്ടുകാർക്ക് എന്താ സംഭവം എന്ന്. അപ്പൊ തുടങ്ങി ഫോൺ വിളിച്ച് ചീത്തവിളി, ബഹളം, വഴക്ക് എല്ലാം. ഒരു ഐഡിയ അപ്പൊ തന്നെ എൻ്റെ ബുദ്ധിയിൽ പൊട്ടിമുളച്ച്. എന്താ അറിയോ കാര്യം? എന്താന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിൽ എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയ ഒരു പാലക്കാട്ടുകാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പുള്ളിക്കാരനോട് സോറി ചേട്ടാ, ഞാൻ വീട്ടുകാർ പറയുന്ന പോലെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയതാ. പക്ഷെ ഇപ്പോൾ ആവശ്യം എൻ്റെതായി പോയല്ലോ. അപ്പം ഞാൻ പുള്ളിക്കാരനെ അവിടെ പിടിച്ചിരുത്തി ഡിസ്കസ് ചെയ്തു. അപ്പം മനസ്സിലായി പുള്ളിക്കാരനെ അടുത്തിടയ്ക്ക് എങ്ങും കല്യാണം കഴിക്കണ്ടെന്ന്. അപ്പം ഞങ്ങളൊരു എഗ്രിമെൻറ്റിലെത്തി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു, പറയുന്നു നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കല്യാണം കഴിച്ചോളാം,
കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്കനെ കണ്ടുപിടിക്കാൻ വേണ്ട, ഞാൻ ഒരെണ്ണത്തിന് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം സെറ്റായേ. തെറ്റി എനിക്ക്. എന്റെ വീട്ടുകാരെ നോക്കുമ്പോ അവരുടെ പെങ്കൊച്ച് ഏതോ ഒരു നാട്ടില്, അതും അവക്ക് പ്രേമിക്കുന്ന ആള് അവിടെ തന്നെ ഉണ്ട്. പുതിയ പുകിലൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ച് അവരെല്ലാത്തിനും സമ്മതിച്ചു. അടുത്ത മുഹൂർത്തത്തിന് കല്യാണവും സെറ്റായി. അപ്പോഴാ ഞാൻ പെട്ടല്ലോ. ഞാൻ പോയി പുള്ളിക്കാരൻ്റെ അടുത്തേക്ക്. പുള്ളിക്കാരാണെങ്കിൽ യാതൊരു കൂസലും ഇല്ല. എന്നോട് പറയുവാ, ഞാൻ ഇങ്ങനെ ഒരു വരം വരച്ചാൽ എൻ്റെ വീട്ടുകാർ, അതായത് പുള്ളിക്കാരൻ്റെ വീട്ടുകാർ അവിടെ നിൽക്കുമെന്ന്. പുള്ളിക്കാരൻ ഫോൺ എടുത്ത് അച്ഛനടുത്ത് സംസാരിക്കാം. അച്ഛാ, സോറി, ഞങ്ങൾക്കിപ്പോൾ കല്യാണം കഴിക്കാനൊന്നും സമയമില്ല. ഞങ്ങളുടെ പ്രോജക്റ്റ് ഗോലൈവാണ്, അതാണ് ഇതാണ്, ബിസിയാണ്, മറ്റതാണ്, കുടച്ചക്രമാണ്, ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്, ഞങ്ങൾക്കിപ്പോൾ വരാൻ പറ്റൂലെന്ന്. അപ്പോൾ മറുവശത്തുനിന്ന് അച്ഛൻ, മോനെ സാരമില്ല, ആ ഒഴിവ് കിട്ടുന്ന ഞായറാഴ്ച നീ ഇങ്ങ് പോരെ, കല്യാണം കഴിച്ചിട്ട് അന്ന് തന്നെ തിരിച്ചു പോക്കാൻ പറഞ്ഞു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദശാബ്ദിയിലേറെയായി. ഇപ്പോഴും നാട്ടുകാരുടെയൊക്കെ വിചാരം ഞങ്ങളുടെ പ്രേമവിവാഹമായിരുന്നെന്നാ. പക്ഷെ അതിന് പിന്നിലെ വളരെ പരിതാപകരമായ സത്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഐശ്വര്യ കൺക്ലൂഷനിൽ പറഞ്ഞതുപോലെ ശരിക്കും പ്രേമവിവാഹമായിരുന്നോ? കൺക്ലൂഷനിൽ പറഞ്ഞ പ്രേമവിവാഹം അല്ലായിരുന്നു എന്നാണ്. അല്ലായിരുന്നതാണോ? ഈ ചോദ്യം ചോദിച്ച ഡയാനയ്ക്ക് ഇത് കഴിഞ്ഞൊരു സ്വീകരണം കൊടുക്കുന്നതിന് ഐശ്വര്യയുടെ അഭിപ്രായം എന്താ? ഇതെല്ലാം കഴിഞ്ഞിട്ട് കൺക്ലൂഷനിൽ പറഞ്ഞ പോലെ പ്രേമവിവാഹമായിരുന്നു എന്ന് ചോദിച്ചതിന് അതിനെ കുറിച്ച് ഐശ്വര്യ പറയൂ, രണ്ടുപേര് പറയൂ. ഇത് തന്നെ നാട്ടുകാരുടെ കുഴപ്പം. ഐശ്വര്യ ഇപ്പൊ ഇതൊന്ന് തെളിയിക്കാൻ വേണ്ടി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടി വന്നതല്ല ഇവിടെ. ഐശ്വര്യക്ക് എങ്ങനെയെങ്കിലും നാട്ടുകാരെ ഒന്ന് ബോധിപ്പിക്കണം, ഞങ്ങൾ പ്രേമിച്ചല്ല കിട്ടിയത്, അതിനു വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കണ്ടിരിക്കുകയാണിത്. എന്നിട്ട് ഇവിടെ ഇരുന്ന ഡയാന വരെ തെറ്റിച്ചു. അല്ല, പക്ഷെ ഡയാന അതല്ലല്ലോ ഉദ്ദേശിച്ചേ. ഇങ്ങനെയൊക്കെയാണോ കല്യാണം നടന്നത് ചോദിച്ചത്? ശരിക്കുള്ളത് അങ്ങനെയാണോന്ന്? പിന്നല്ലേ, അങ്ങനെയാണ്. എന്താ ആദ്യത്തിന്റെ പേര്? ദിലീപ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഞാൻ അതും പറഞ്ഞു, ഒരു ദശാബ്ദിയിലേറെ. സോറി, അതിനെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഏതെങ്കിലും ഒരു മധ്യഭാഗത്തൊക്കെ വിവാഹം, പ്രണയം, കല്യാണ ആലോചന എന്നൊക്കെ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ പിന്നെ ഡയാന ഇവിടുന്ന് ഒരു തുമ്പി പറക്കുന്നുള്ള ഒറ്റ പറക്കലാണ്. പിന്നെ ഇതിന്റെ കൺക്ലൂഷനിൽ തിരിച്ചു വരുള്ളൂ. ഡയാന ആ പ്രദേശത്തൂടെ നിന്ന് വട്ടവിട്ട് പറന്ന് അവിടെ കുറെ സ്വപ്നങ്ങൾ കണ്ട്. സത്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അത് ചില ആൾക്കാർ ചില കേസിലൊക്കെ പെട്ട് കഴിയുമ്പോൾ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഏത് അന്വേഷണം വന്നാലും ഞാൻ സഹകരിക്കും, ഏത് അന്വേഷണത്തോടും ഞാൻ സഹകരിക്കാണ്ട് പിന്നെ പോലീസ് എടുത്തോണ്ട് പോകുന്നില്ല സഹകരിച്ചില്ലെങ്കിൽ. അങ്ങനെ അന്വേഷണത്തോട് സഹകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? അതുപോലെയുള്ളൂ ഇപ്പൊ സത്യമാണെന്ന് പറഞ്ഞത്. ഇപ്പൊ കാര്യം ശരിയായി. ഐശ്വര്യ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം വന്നൊന്നും ആരും പറയത്തില്ല, അത്രയ്ക്ക് നന്നായിരുന്നു. രമേശ് ഏട്ടാ, ഇത് മ്യൂട്ട് ചെയ്ത് കണ്ടാൽ ഐശ്വര്യ നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോ. മ്യൂട്ട് ചെയ്ത് കണ്ടാൽ തോന്നുന്നു എന്ന് പറഞ്ഞാൽ കൈയൊക്കെ വെച്ച് എന്താ അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കഥ അങ്ങ് പറയണം. അതിനകത്ത് കുറെ നർമ്മങ്ങളുണ്ടായിരുന്നു. ചില സ്ഥലങ്ങൾ ഗംഭീരമായി. ഈ സിംഗപ്പൂര് ഈ ചൈനയുടെ ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ വളരെ സത്യമാണ്. ഈ ഫ്രഞ്ച് ഫ്രൈസിന് ഫ്രാൻസുമായിട്ടൊരു ബന്ധമില്ലല്ലോ, ഒരു ബന്ധമില്ല ഫ്രഞ്ച് ഫ്രൈസിന്. അതുപോലെ ഈ ചൈനയുടെ ഒറിജിനൽ ഒത്തന്റിക് ചൈനീസ് നമ്മൾ മലയാളികൾക്ക് പലർക്കും തിന്നാൻ പോലും പറ്റൂല. ആ ലെവലിൽ ഒരു ചൊവ്വയും മുഷ്കുമണോ ഒക്കെ പലതിനകത്തും ഉണ്ട്. ചില ഏരിയകളിൽ ചുമ്മാ വെള്ളം കലക്കിയിട്ടിട്ട് ഉള്ള പോലെ തോന്നും, കുടിച്ചു കഴിയുമ്പോൾ ഒരു ചൊവ്വ വരും. അങ്ങനെ കൊണ്ട് കുറെ ഏല, വടി, വേറെ പരിപാടിയാണ് ഒതന്റിക് ചൈനീസ് എന്ന് പറയുന്നത്. അതൊക്കെ വളരെ രസമായിട്ട് തോന്നി. ആ പറഞ്ഞ ഏരിയകളെല്ലാം നിങ്ങളുടെ അവിടുത്തെ ഈ കണ്ടൊന്ന് ആലോചിക്കലും പ്രണയാലോചനകളും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ ഇരുന്ന ബെഞ്ചും സ്ഥലമൊക്കെ ഉള്ളത് തന്നെ. അതൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ടായിരുന്നു നിങ്ങളുടെ പെണ്ണ് കാണലുകൾ നടന്നുകൊണ്ടിരുന്നത്. എത്ര ചെറുക്കന്മാരെ കണ്ടു അവിടെ വെച്ചിട്ട്? തനിക്ക് ഇത് തന്നെ ആയിരുന്ന പണി? ഒരു 4-5 ഇതിലെന്തോ നേരെ പോക്ക് കിട്ടുന്നുണ്ടായിരുന്നു തനിക്ക്? അല്ല, വീട്ടുകാർക്ക് നിർബന്ധമായിരുന്നു വേഗം കല്യാണം കഴിച്ചു വിട്ടാ. എപ്പോഴെങ്കിലും തിരികെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയാവില്ല എന്നുള്ളത്? ഓ, എനിക്ക് കല്യാണേ കഴിക്കണ്ട, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ആയാലോ, വേണ്ടെന്ന് വെച്ചു. ഒന്നും വേണ്ട. അതുകൊണ്ട് അവസാനം ഇപ്പം ദിലീപ് എന്ന് പറഞ്ഞ ആള് വിവാഹം കഴിച്ചിരിക്കുകയാണ് അല്ലെ? പുള്ളി വല്ലതൊക്കെ കുക്ക് ചെയ്ത് തരുമോ? ഞങ്ങള് ഒരുമിച്ച്, പുള്ളിക്കാരൻ വെജിറ്റബിൾ കട്ട് ചെയ്യും, ഞാൻ കുക്ക് ചെയ്യും. എനിക്ക് പച്ചക്കറി അരിയണേ ഇഷ്ടമില്ല, പുള്ളിക്കാരൻ കുക്ക് ചെയ്യണേ ഇഷ്ടമില്ല. അപ്പൊ പുള്ളി ഓരോ വെണ്ടയ്ക്ക് എടുത്ത് വെച്ചിട്ട് ഐശ്വര്യ എന്ന് വിചാരിക്കും അടുത്ത പയറെടുക്കും കടകടകട. പുള്ളിക്കാരൻ വെണ്ടയ്ക്ക് എടുത്തിട്ട് അവനാന്ന് വിചാരിക്കും, എണ്ണയിലേക്ക് ഇടും. അങ്ങനെ ഒരു മാനസിക സുഖം ചെറുതായിട്ട് അല്ലേ? അത്രേ ഉള്ളൂ. ഗംഭീരമായി. പിന്നെ ഈ സിംഗപ്പൂർ പോയപ്പോഴേ ഒരു ദിവസം
ഞാനൊക്കെ ആദ്യത്തെ തവണ സിംഗപ്പൂർ പോയി ഇരിക്കുമ്പം കുറേ നാളായി ആദ്യത്തെ പോക്ക് കഴിഞ്ഞിരുന്നപ്പോൾ ഒരാൾ എൻ്റെ ഒരു മലയാളി സുഹൃത്ത് വന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെ? ഇവിടെ തൊട്ടടുത്തിറങ്ങി റൈറ്റിലോട്ട് പോയാൽ അവിടെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എല്ലാ ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങളും കിട്ടും. ഇന്ത്യ പോലെ തന്നെ തോന്നും, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന്. ഞാനേ ഞെട്ടിപ്പോയി. ഞാൻ ഈ ഇന്ത്യ കിടക്കണം, ഞാൻ സിംഗപ്പൂർ പോയിട്ട് അയാളുടെ കാറും എടുത്തിട്ട് ലിറ്റിൽ ഇന്ത്യ കാണാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക്? സിംഗപ്പൂർ എന്തെല്ലാം ഉണ്ട് വേറെ കാണാൻ, ഇതൊന്നുമല്ല. പുള്ളിക്ക് ലിറ്റിൽ ഇന്ത്യ പോയി നമുക്കൊരു ദോശ കഴിക്കാം, പിന്നെ ദോശ തിന്നാൻ സിംഗപ്പൂർ വരെ പോകേണ്ട കാര്യമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഈ ലിറ്റിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ റോഡ്, ഇന്ത്യ ബസ് എല്ലാ രാജ്യത്തും ഉണ്ട് ഈ സ്ഥലം. എന്നിട്ട് എവിടെ പോലും നമ്മളെ കൂട്ടിക്കൊണ്ട് ലിറ്റിൽ ഇന്ത്യയിലോട്ട് പോകും. ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അതിന്റെ ചില രാജ്യങ്ങളിൽ പോയി നമുക്ക് അവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്തപ്പം ഇന്ത്യൻ ഫുഡ് കിട്ടുന്നതല്ലാന്ന് തോന്നിയിട്ടുണ്ട്. കഴിക്കാൻ പറ്റാത്തപ്പോഴല്ലേ, പക്ഷെ കുറച്ച് ശീലിച്ചാൽ അതെല്ലാം നല്ല റെഡി, എന്തോരം വേണേലും തിന്നാം. അത് മാത്രമല്ല, ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴേ ചില വീടുകളിൽ ചെല്ലുമ്പോ അവര് നമുക്ക് വേണ്ടിട്ട് ചോറും കറി ഉണ്ടാക്കി വെക്കും. നമ്മള് തിന്ന് മടുത്തിട്ടാണ് അങ്ങോട്ട് ചെല്ലണത്. എസ്പെഷ്യലി US ഷോന് പോയി കഴിഞ്ഞാൽ ചോറ്, ഫ്രിഡ്ജിൽ വെച്ച പുളിശ്ശേരി, ക്യാബേജ് തോരൻ, നാരങ്ങക്കറി, ഒരു ഉണങ്ങിയ പപ്പടം എല്ലാ ദിവസവും. യുഎസിലുള്ള പക്ഷെ ആൾക്കാർ അതൊക്കെ ഒരു മാസമായിട്ട് ഞാൻ എനിക്ക് വീട്ടിൽ നിന്ന് നിന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ അവിടെയുള്ള എല്ലാ വീട്ടിലും നടന്നു നിന്നിട്ടുള്ള ആരാ. ഫുഡ് കഴിക്കാൻ അല്ല, നമ്മള് വേറൊരു സ്ഥലത്തല്ലേ പോണത്. അതെ അതെ അപ്പൊ അവരുടെ വിചാരം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. നമ്മൾ ഇത് കഴിച്ചിട്ടല്ലേ പോണത്. അവർക്കതൊരു ആഘോഷമാണ്, രസമാണ്. നമ്മളത് കൂടുതൽ സ്ഥലത്ത് അങ്ങനെ തിന്നിട്ടുണ്ട്, തിന്നാറുണ്ട്. ഏതൊക്കെ വീട്ടിൽ നിന്ന് തിന്നിട്ടുണ്ടെന്നുള്ളതിനൊരു കയ്യും കണക്കും ഇല്ല. പാവണ്ട് ഇങ്ങനെ വീട്ടിൽ പോയി ചോറ് തിന്നവരൊക്കെ ചിലപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഓർമ്മയുണ്ടോ, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് സങ്കടം വരും. ചിലപ്പോൾ നമ്മളവർ വീട്ടിൽ പോയി ചോറുണ്ടാവും, അതെ, നമുക്ക് ഓർമ്മ വെച്ചോളണമെന്ന് നിർബന്ധമില്ല. ശരിയാ. അങ്ങനെയുണ്ട്. ഏതായാലും എന്റെ പരിപാടി വളരെ അല്ല, അങ്ങനെ ഗംഭീരം. പറയുമ്പോ ഞാൻ താങ്കളുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. താങ്ക് യു. സിംഗപ്പൂരിൽ ഞങ്ങൾ രണ്ടുപേര് അങ്ങനെ 2014 ഞാൻ അവിടെ ആയിരിക്കാം. 2 ദിവസം ആകെ കിട്ടി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല പനിയായിരുന്നു. രചനയ്ക്ക് എന്റെ ഒക്കെ ഒരു ഷോയും കാണാൻ വന്നിട്ടില്ലേ സിംഗപ്പൂർ? വന്നിട്ടുണ്ട്. ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോ പേര് മറന്നുപോയി. ബാബു. പിന്നെ രമേശ് പിഷാരടി എന്നുള്ള പേര് എല്ലാവർക്കും അറിയാമല്ലോ. ഐശ്വര്യ നേപ്പാളിലെ രാജകുമാരിക്ക് മാത്രല്ല നമ്മുടെ സ്വന്തം വിശ്വസുന്ദരിക്കും ആ പേരാണ് അല്ലേ? പക്ഷെ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് നിങ്ങളുടെ അമ്മേനെയും നിങ്ങളെയും ഏറ്റവും അധികം വിഷമിപ്പിച്ചത്. അവർക്കും വിവാഹ സമയത്ത് ഭയങ്കര അവരുടെ ഒരു ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആണോ? നിങ്ങൾ ആരും അറിയാത്ത പോലെ കാണിക്കുന്നത്? ഞങ്ങൾക്കറിയില്ല. ഐശ്വര്യ റായിനെ ശരിക്ക് അഭിഷേക് ബച്ചനെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണ്. ഐശ്വര്യ റായിക്ക് പിഷാരടി ചേട്ടൻ വേണം, പിഷാരടി ചേട്ടൻ വേണമെന്ന് തന്നെയുള്ള. അപ്പൊ ദീപികയോ? ദീപു അപ്പൊ കുഞ്ഞാ. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ദീപികയ്ക്ക് വന്നത്. പക്ഷെ ആ വിവാഹ സമയത്ത് ഐശ്വര്യ റായി കെട്ടിപ്പിടിച്ച് അച്ഛനോട് പറഞ്ഞ് കേരളത്തിൽ പോയി നിൽക്കണം, ഒരു നൈറ്റി ഇട്ട് രാത്രി ചപ്പാത്തി മാവ് പരത്തി രമേശ് ചേട്ടന് 2 ചപ്പാത്തിയും ഇത്തിരി കിഴങ്ങറിയൊക്കെ വെച്ച് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സമ്മതിച്ചില്ല. ഇപ്പോഴും അവളുടെ ഉള്ളിലൊരു വേദനയായിരുന്നു. ശരിയാ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണ് പെർഫോം ചെയ്യണേ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് സ്റ്റേജ് ഫിയർ. അതൊരു വളരെയധികം പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഈ അർത്ഥ മുറിച്ച പോലെ കാര്യങ്ങൾ വളരെ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു എന്നുള്ളത് അത് ആക്ച്വലി അത് വളരെ നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടിയും ഒരു കോമഡി എലമെൻറ്റ്സ് ആഡ് ചെയ്തിരുന്നെങ്കിൽ നന്നായി എന്നെനിക്ക് തോന്നി. പക്ഷേ പല സ്ഥലത്തും ബാംഗ്ലൂരിലുള്ള താമസവും ഒക്കെ എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ട്, ഞാൻ ബാംഗ്ലൂരായിരുന്നു കുറച്ചു കാലം. എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഒക്കെ പഠിച്ചത് അവിടെയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എണ്ണയൊക്കെ തേച്ച് പോയിരുന്ന ഞാൻ പിന്നെ ആഴ്ചയിൽ 2 ദിവസമായി കുളി. അവിടുത്തെ ക്ലൈമറ്റിന് അത് ചേരില്ല എന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിലും കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഇളകി ചെയ്യാന്ന് പറയില്ലേ, അത് കുറച്ചും കൂടിയും കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും എന്നുള്ളൊരു സജഷൻ ഉണ്ട്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എടാ, അപ്പൊ താനിനി സിംഗപ്പൂർക്ക് തിരിച്ചു പോകണ്ടേ? അതിനിടയിൽ വന്ന ലീവിൽ കിട്ടിയ സമയത്ത് ഒരു വൺസ് അപ്പോൺ എ ടൈം അടിച്ചിട്ട് പോവാണല്ലേ? അപ്പം എല്ലാ സിംഗപ്പൂർ മലയാളികൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ തവണ പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടികൾക്കൊക്കെ നിങ്ങൾ വരുന്നതാണ്. ഇതാ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കുട്ടി ഉള്ള ലീവിന് ഇവിടെ വന്ന് ഒരു ഉള്ള സമയം കൊണ്ടൊരു സ്റ്റാൻഡപ്പിൽ പങ്കെടുത്തിട്ട് പോവുകയാണ്. താങ്ക് യു ഐശ്വര്യ, താങ്ക് യു അവിടെയുള്ള മലയാളികൾക്ക്. ജാക്കി ചാൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടാ? ഹോങ്കോങ് അല്ലേ പുള്ളി? അല്ല, അഭിനയിച്ചിട്ടുണ്ടാ സിനിമയില്? സിംഗപ്പൂരൊക്കെ ഷൂട്ട് നടക്കൂലോ? ഇല്ല. ഏതോ പടത്തിലൊക്കെ കണ്ട മാതിരി തോക്കൊക്കെ ആയിട്ട് കൊള്ളക്കാരിയായിട്ട് വന്നതായി. ഇല്ലല്ല.
തിയേറ്റർ ആർട്ടിസ്റ്റ് ആണോ ഐശ്വര്യ? എല്ലാം എല്ലാം on ചെയ്യാം. camera. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഇവിടെ ഒരു പെർഫോമൻസ് ചെയ്ത് പോയാരായിരുന്നു? ഞങ്ങൾ അവിടെ വന്ന് കേട്ടു. അതാ അമ്മായിയമ്മയുടെ പറ്റി സ്കിറ്റൊക്കെ ചെയ്ത് നല്ല അമ്മായിയമ്മയും അമ്മയും ഒന്നാണെന്നും അമ്മയുടെ സ്നേഹം നല്ല മയമേണെന്നുള്ള ഇതൊക്കെ പറഞ്ഞല്ലേ, ഉദാത്തമാണെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു. അല്ല അത് ഓക്കെയാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ലട്ട വിഷു. എങ്ങനെ? അമ്മായിമ്മമാര് ഇപ്പൊ അത് പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാനിപ്പോ ഇത് അനുഭവിച്ചു വന്ന ആളാ. എന്തുപറ്റി? എന്റെ കൂട്ടുകാരൻ രഞ്ജുവിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഇപ്പൊ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയതാണ്. ഒന്ന് വീട്ടിൽ നിന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അവിടെ ചെന്ന് എല്ലാം കഴിക്കാലാന്നുള്ളിൽ അവിടെ ചെന്ന് വിശന്ന് വരും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ രഞ്ജുവിന്റെ അമ്മ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും തന്നില്ല നമുക്ക്. എന്താണ് എനിക്ക് മനസ്സിലാ. ഇപ്പൊ ഒന്നും എടുക്കണില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പലതും തന്നാ തിന്നു പറഞ്ഞു അവരോട്. പക്ഷെ തന്നില്ല. രഞ്ജുവിന്റെ അമ്മ എന്ത് ചെയ്താലും തന്നില്ല. സാധാരണ അമ്മമാരുണ്ടാക്കി എല്ലാവർക്കും വെച്ച് വിളമ്പുന്നതിലൊക്കെ വലിയ സന്തോഷമുള്ളവരാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താ തരാത്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് അവിടെ നിന്ന് അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചാണ് കാണായിരുന്നു ശരിക്കും. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഈ രഞ്ജുവിന്റെ അമ്മ 1 പഠിക്കുമ്പോ 10 പഠിക്കുന്നുണ്ട് മാമനെ. അന്നോട്ട് അവർക്ക് അറിയാം ഒരു പണിക്കും പോകണ്ട് തിന്നാൻ നടക്കുന്നതെന്നുള്ളതും അറിയായിരിക്കും. അതായിരിക്കും. അതല്ല ഒരു മര്യാദ ഇല്ലേ? മോളങ്ങനെ ചെയ്യോ? പെരുമാറോ? ഞാൻ അങ്ങനെ ചെയ്യില്ല, എന്റെ അമ്മയും അങ്ങനെ ചെയ്യില്ല. എന്നാലും രഞ്ജുവിന്റെ നമ്മുടെ ഒരു കാര്യമായി. കുറച്ച് മല്ലി വറുത്തെടുത്ത് വാട്ടാക്കിഴങ്ങ് കുറച്ചെടുത്ത് നഷ്ടത്തിൽ വാങ്ങി വെച്ച കൂർക്കക്കിഴങ്ങ് ചേർത്ത് വെച്ച് മരത്തുമേലി മുരിങ്ങാക്കോലി പറിക്കാനായി കിടപ്പാണല്ലോ. ഇഞ്ചി വെട്ടിക്കൂട്ടി ചേർത്ത് താറാമുട്ട വാട്ടി ചേർത്ത് ഇഷ്ടപ്പെട്ട മാങ്ങാ കൂട്ടാനായിട്ടെന്താ വഴി? വട്ടത്തേങ്ങ വട്ടം പൊട്ടിച്ചട്ടാക്കിയിട്ട് കൂട്ടാൻ വെക്കാം. ഉച്ചക്കഞ്ഞി നേരത്തില് കഞ്ഞിക്കായ് ചാരത്തില്ലേ ചട്ടിനി ചട്ടിയിൽ കൂട്ടാനായിട്ടാവായോ? രഞ്ജുനമ്മേ 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 വിശപ്പ് സഹിക്കാൻ പറ്റൂലമ്മേ. രഞ്ജുനമ്മേ രഞ്ജുനമ്മേ എന്തെല്ലാം തിന്നണ്ട രഞ്ജുനമ്മേ. രഞ്ജുനമ്മേ രഞ്ജുനമ്മേ വിശപ്പ് സഹിക്കാൻ പറ്റൂലമ്മേ. രഞ്ജുനമ്മേ രഞ്ജുനമ്മേ എന്തെല്ലാം തിന്നണ്ട രഞ്ജുനമ്മേ. വട്ടപ്പം ചുട്ടതും കിട്ടിയ തിന്നാനായി നിക്കണമേ. നോക്കണ്ടമ്മേ അച്ചപ്പം കുഴലപ്പം മൂത്തപ്പം തന്നാലും തിന്നുമമ്മേ തന്നമമ്മേ. സഞ്ചിയിൽ കൊഞ്ചു വെച്ച് കൊഞ്ചു കറി 5 വെച്ച് 5 പാലം കുഞ്ഞപ്പേട്ടൻ കണ്ടു വന്നിട്ടൊച്ച വെച്ച് കട്ടുതിന്നും കണ്ടം പൂച്ച തക്കം പാർത്ത് കക്കാൻ നിൽപ്പു. കട്ടപ്പന ചേട്ടൻ വന്ന ആട്ടിറച്ചി കൂട്ടാണ്ടായോ? രഞ്ജുനമ്മേ 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 വിശപ്പ് സഹിക്കാൻ പറ്റൂലമ്മേ. രഞ്ജുനമ്മേ രഞ്ജുനമ്മേ എന്തെല്ലാം തിന്നണ്ട രഞ്ജുനമ്മേ. രഞ്ജുനമ്മേ രഞ്ജുനമ്മേ വിശപ്പ് സഹിക്കാൻ പറ്റൂലമ്മേ. രഞ്ജുനമ്മേ രഞ്ജുനമ്മേ എന്തെല്ലാം തിന്നണ്ട രഞ്ജുനമ്മേ. വട്ടപ്പം ചുട്ടതും കിട്ടിയ തിന്നാനായി നിക്കണമേ. നോക്കണ്ടമ്മേ അച്ചപ്പം കുഴലപ്പം മൂത്തപ്പം തന്നാലും തിന്നുമമ്മേ തന്നമമ്മേ. രഞ്ജുനമ്മേ അങ്ങനെ ഇന്നത്തെ മത്സരം കഴിയുമ്പോൾ ബെസ്റ്റ് പെർഫോമർ ആരാണ് എന്നറിയാം. വി ഹാവ് ഇന്ദു ആൻഡ് ഐശ്വര്യ. രമേശ് ഏട്ടാ, അവരുടെ മാർക്സ് എങ്ങനെയാണ്? ഞാൻ ഐശ്വര്യക്ക് 50-ൽ 44. രചന? ഐശ്വര്യക്ക് 50-ൽ 45. യെസ്. അപ്പോ ടോട്ടൽ 89, 89 ഔട്ട് ഓഫ് 100. ആൻഡ് ഇനി ഇന്ദു. രമേശ് ഏട്ടാ? ഇന്ദുവിന് ഞാൻ കൊടുക്കുന്നു 45. 46. 91 ഔട്ട് ഓഫ് 100. ദാറ്റ് മീൻസ് ഗോൾഡൻ എൻട്രി കൂടി കിട്ടിയിട്ടുണ്ട് അടുത്ത എപ്പിസോഡിലേക്ക്. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. സമ്മാനം നൽകാനായിട്ട് രമേശ് ഏട്ടനെയും രചനയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. പ്ലീസ്.
മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. See you all next time. Until then, bye bye.